ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നല്ലൊരു ലൊക്കേഷനിലാണ്, നല്ല കാമാൻ കൊയറ്റായ ലൊക്കേഷനാണ്, നല്ല ഭംഗിയുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നമ്മുടെ പുതിയ പ്രപ്പോസ്ഡ് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വെറും 400 മീറ്റേഴ്സ് മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ദൂരം നോക്കാം. അപ്പോഴേക്ക് നിങ്ങൾ ഒന്നുകൂടെ എലിവേഷൻ ഒന്ന് കണ്ടോളൂ. നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് ആലുവ ഭാഗത്താണ്. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ആലുവ തന്നെയാണ് തൊട്ടടുത്ത് വരുന്നത്. വെറും 2.2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്തേക്ക് പോകണമെങ്കിൽ 13 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ 12 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താം. 12 കിലോമീറ്റർ തന്നെയാണ് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച റോഡാണ് നമ്മുടെ ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. നമുക്കിവിടെ 2 വില്ലകളാണ് സെയിലിനായിട്ടുള്ളത്. അത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനുകളിലായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നതെങ്കിലും തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് മറ്റൊരു വീട് കൂടി അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് മാർബിൾ ഹോംസ് വഴി സ്വന്തമാക്കാവുന്നതാണ്. നമുക്ക് ഇത് ഏകദേശം ഒരു ഡെഡ് എൻഡ് ആയിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കൂടാതെ അത്യാവശ്യം ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു വാഹനം കൂടി എക്സ്ട്രാ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മതിൽ നോക്കുവാണെങ്കിൽ GA ബോർഡിന്റെ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും ക്ലാഡിംഗ് സ്റ്റോൺസും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു. വളരെ ഭംഗിയായിട്ടും അട്രാക്റ്റീവായ ഡിസൈനിലും പെയിന്റിങ്ങിലും ഒക്കെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ആ ഒരു മുകളിലും താഴെയും വരുന്നത്, അതായത് സിറ്റ് ഔട്ടിന്റെ ഒക്കെ മുകളിൽ വശത്ത് കാർ പോർച്ചിന്റെ മുകളിലും അതുപോലെ ബാൽക്കണിയുടെ മുകളിലും ഒക്കെ ചെയ്തിരിക്കുന്ന വർക്കുകളായി ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാണ്. പ്ലാന്റ്സ് ഒക്കെ മുകളിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ടോട്ടലി കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്പോട്ട് ലൈറ്റുകളാണ്. LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.62 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഇവിടെ മുറ്റം നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് ഇടയിലെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയാണ് ഒരു ഒന്നാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള പോർച്ചാണ്. ഇതിന്റെ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗമാണ് യൂസ് ചെയ്യാവുന്നത്. ടോട്ടലി നമ്മുടെ 2 കാറുകൾ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. മൂന്നാമതൊരു കാർ വന്നാൽ ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരുന്നു, ഗേറ്റിന്റെ പുറത്ത് നമുക്ക് ഇടാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. ഈ ഭാഗത്തുകൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നോക്കിക്കോളും. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 2 ടൈപ്പ് ഓഫ് വാട്ടറാണ് ഡ്രിങ്കിങ്ങിനായിട്ടുള്ളത്. KWയുടെ വാട്ടറും ഉണ്ട്, നല്ലൊരു വെല്ലും ഉണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ആയിട്ട് ബ്രിക്ക് മോഡലുള്ള കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ അവിടെ ഭംഗിയായിട്ടാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പം വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ വീടിന് ലെഫ്റ്റ് സൈഡാണ് കാണാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഇവിടെയും ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്.
നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഏറ്റവും എൻഡിൽ വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒരു പൈപ്പും അതിനെ കുറിച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാം. നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ വേസ്റ്റ് എല്ലാം തന്നെ, അതായത് വെജിറ്റബിൾ വേസ്റ്റ് ആണെങ്കിലും മീറ്റിന്റെ എന്ത് വേസ്റ്റ് ആണെങ്കിൽ പോലും നമുക്കത് ഈ ഒരു ഇതിനകത്തേക്ക് ഇടാനുള്ള ഒരു ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ടും വേസ്റ്റ് നിർമ്മാർജ്ജനം വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു കാലത്ത്. നമുക്ക് ഇവിടെ വേസ്റ്റ് ഇടാനായിട്ട് ഇതുപോലുള്ള അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നാണ് വർക്ക് ഏരിയയുടെ ഡോറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിനി കാർ പോർഷന്റെ സൈഡിലൂടെ പോയിട്ട് വീടിന്റെ റൈറ്റ് സൈഡ് നോക്കാം. ആ ഒരു ഭാഗത്ത് കാർ ഇടുന്നതിന്റെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ ഭംഗിയായിട്ടാണ് അവിടെയും ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെയായിട്ട് നമുക്ക് ചെറിയൊരു പാഷ്യൂ ഏരിയ കിട്ടുന്നുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നാണ് പാഷ്യൂ ഏരിയയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഭംഗിയായിട്ട് കവർ ചെയ്ത് ഫ്ലോറിലൊക്കെ മൊറോക്കൺ ടൈൽസ് ഒക്കെ ഒട്ടിച്ച് സൈഡ് നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു പാഷ്യൂ ഏരിയ ചെയ്തിരിക്കുന്നത്. അത് കവർ ചെയ്ത് നമ്മൾ അടുത്ത സൈഡിലേക്ക് പോകുന്ന സമയത്ത് വലിയ പെബിൾസ് ആണ് അവിടുത്തെ ഫ്ലോറുകളെല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് വലിയ സ്റ്റോൺസുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിണർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ഡോർ ഫോൺ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം നമുക്ക് കിച്ചണിനകത്ത് ഏതെങ്കിലും റൂമിലൊക്കെ ആണെങ്കിൽ പുറത്ത് ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടവരുണ്ടാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അകത്തേക്ക് എൻ്റർ ചെയ്യേണ്ടവരുണ്ടാകാം. അപ്പൊ നമുക്ക് അവരാരാണെന്നുള്ളത് സംസാരിക്കാനുള്ള ഒരു ഡോർ ഫോൺ ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഈ കാണുന്നതാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിനകത്ത് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ചപ്പല് സേഫ് ആയിട്ട് വെക്കാനുള്ള ഒരു യൂണിറ്റ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ ചെറിയ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ മെയിൻ ഡോറുകളെല്ലാം തന്നെ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ട് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. 2 പീസിൽ നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് ഏരിയയിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്ലോർ ടൈലുകൾ നോക്കാം. ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ഒരു ലൈറ്റ് ഗ്രീൻ അതുപോലെ തന്നെ ബ്ലാക്ക് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ മെർജ് ചെയ്ത് നിൽക്കുന്ന ഭംഗിയുള്ള നീളത്തിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു വലിയ ലിവിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12 അടി നീളവും 8.5 അടി വീതിയുമുള്ള ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ വിൻഡോസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. സോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിൻഡോകളാണ് നമുക്ക് ഇവിടെ എല്ലായിടത്തും തന്നെ കിട്ടുന്നത്. ഈ കാണുന്ന വിൻഡോസ് നമുക്ക് 4 വിൻഡോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് വെനിഷിംഗ് ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. അതിരിക്കുന്ന ആ ഒരു വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോസും നോക്കുവാണെങ്കിൽ പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം വുഡൻ ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ലിവിംഗ് സ്പേസ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ വിൻഡോസ് കൂടാതെ മുകളിലും വലിയൊരു ടഫന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പണിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് കടക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഏറ്റവും ടോപ്പ് എൻഡിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ഷാൻലിയർ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. വോളിലാണെങ്കിലും ഭംഗിയുള്ള ലൈറ്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ്ങിലേക്കുള്ള സെപ്പറേഷൻ ഇതുപോലെ ഭംഗിയുള്ള ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ അകത്തുള്ള ഡോറുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ WPCയിലാണ് ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്വിച്ചസ് കേബിളൊക്കെ ലെഗ്രാൻഡിലും വി ഗാർഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. നല്ല വലിയൊരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വുഡൻ ആയിട്ടാണ് ഹാൻഡ് റൈൽസ് ചെയ്തിരിക്കുന്നത്. അകത്ത് ടഫിന്റെ ഗ്ലാസ് ആണ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലൊക്കെ തിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു വാൾപേപ്പർ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ബ്ലാക്ക് കളറിലുള്ള ബോർഡ് ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയൊക്കെ ആയിട്ട് നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴും ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷൻ മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏറ്റവും ഹൈറ്റിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഭംഗിയായിട്ടൊരു ഷാൻലിയർ അവിടെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളിലെ ബാക്കിയുള്ള വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെയാണ് ഒരു ഡോർ വരുന്നത്. അത് തുറന്നാൽ നമുക്ക് ഇവിടുത്തെ പാഷ്യൂ ഏരിയയിലേക്ക് ഇറങ്ങാവുന്ന ഒരു എൻട്രൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പാഷ്യൂ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഞാൻ അതുകൊണ്ട് വീണ്ടും നിങ്ങളെ കണ്ട് സമയം കളയുന്നില്ല. നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന ഒരു ഡോറാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അയൺ ഗ്രില്ലുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് പാഷ്യൂ ഏരിയയിലേക്കാണ്. നമുക്ക് ഈവനിങ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്.
സ്റ്റെയർ കേസിന്റെ നേരെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഇൻവെർട്ടർ ഒക്കെ നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഏരിയ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്കിനി ഇവിടെ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഒരു ഭാഗം നമ്മൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് കണ്ടത്. ബാക്കി വരുന്ന സ്പേസ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കുവാണെങ്കിലും LED സ്ട്രിപ്പുകളും സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്ന നല്ലൊരു ഡിസൈനുള്ള ടൈലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. വലിയൊരു മിററാണ്. ജഗ്വാറിന്റെയാണ് നമുക്കിവിടെ വാഷ് ബേസിൻ കിട്ടുന്നത്. അത് വെച്ചിരിക്കുന്നതും ഭംഗിയായിട്ട് ഗ്രാനൈറ്റ് പീസ് 2 സ്റ്റെപ്പുകളൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസും കണ്ടു, നമ്മൾ ഡൈനിങ് സ്പേസും കണ്ടു. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് അവിടെ 4 വിൻഡോസും ഈ കാണുന്ന വോളിൽ സിംഗിൾ വിൻഡോസുമാണ് വരുന്നത്. ഭംഗിയായിട്ടാണ് ഇവിടെ വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഭാഗത്താണ്. ഭംഗിയായിട്ട് ലാമിനേഷനോട് കൂടിയിട്ടാണ് വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി നമുക്ക് ഇതിന്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലൊക്കെ വേക്കന്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും മുകളിൽ നോക്കിയാലും നിറയെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് വേണമെങ്കിൽ സെപ്പറേഷൻ വരുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെജോറിറ്റി വരുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടത് ആ ഒരു ഭാഗത്താണ്. നമ്മൾ ഇനി രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വലിയൊരു ഫാമിലി കോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ടാണ് 2 വിൻഡോസ് വരുന്നത്. അവിടെയാണ് വാൾപേപ്പർ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്താണ്. എല്ലായിടത്തും തന്നെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടാണ് വിൻഡോസ് കവർ ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോസും ഞാൻ പറഞ്ഞു സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടാണ്. ഡോറുകളാണെങ്കിൽ WPC-യിലുമാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഒരു കോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് പോലും നമുക്ക് നല്ല സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 10.5 അടി വീതിയുമാണ് വരുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ് നോക്കുവാണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരുപാട് ലാവിഷ് ആയിട്ടാണ് വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. താഴെ കൂടാതെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം നോക്കിയാലും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ആ ഒരു ഡോറിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളും വോൾ ടൈലുകളും ഒക്കെ അതേ കളർ കോമ്പിനേഷനിലാണ്, ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറിന്റെയാണ്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ്. ഇവിടേക്ക് നിറയെ ഓപ്പൺ ഷെൽഫുകളും അതിന് മുകളിലും സൈഡിലും ഒക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ വന്നിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിച്ചൺ അതുപോലെ രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് കിച്ചണിലാണ്. ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊരു ഡോർ ഫോൺ കണ്ടിരുന്നു. അതിന്റെ യൂണിറ്റ് വരുന്നത് മെയിൻ യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് പുറത്ത് വരുന്ന ആളുകളോട് ഇതിലൂടെ സംസാരിച്ചിട്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്താൽ മതിയാവും. ഫ്രിഡ്ജ് ഇവിടെ വെക്കാം. അത് കൂടാതെ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഒരുപാട് നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട്. നിറയെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളൊക്കെയാണ് അകത്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ ക്യാബിനറ്റ്സ് ആണ്. മുകളിൽ 2 ലെയറിലും താഴെയും വരുന്നുണ്ട്. നമുക്കൊരു നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡിലാണ് ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ടോപ്പ് സ്ലാബ് വന്നിട്ടും വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് ഐബെല്ലിന്റെ ഒരു ചിമ്മിണി കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എൻറ്റർ ചെയ്യുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. അതിന്റെയും എൻട്രൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയൊക്കെ നിറയെ വൈറ്റ് കളറിലുള്ള പാനലിംഗ് വർക്ക് ചെയ്തിട്ട് അവിടെയൊക്കെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്.
എൻട്രൻസിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ഹാങ്ങിങ് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് മുകളിൽ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് 2 ഹാങ്ങിങ് ലൈറ്റുകളുമാണ് താഴേക്ക് വരുന്നത്. സെക്കൻഡ് കിച്ചൺ നോക്കുവാണെങ്കിലും ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെ ഒരുപാട് കിച്ചൺ ക്യാബിനറ്റ്സ് അവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ആയിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 2 ചെറിയ വിൻഡോസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കിച്ചണും സെക്കൻഡ് കിച്ചണും കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിലൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. സൈഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോളി കാർബൺ ഷീറ്റിലും റൂഫും കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു സിങ്ക് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലാണ് കൗണ്ടർ ടോപ്പ് പോർഷനുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഡോർ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യവും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുള്ള വോൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈൻ, നമ്മുടെ മൈൻഡിന് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഡിസൈൻ ആണ് ഇവിടുത്തെ ഒരു വാൾപേപ്പർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് ആണ് ഈ ഒരു സൈഡിൽ വരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ഇട്ടിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മുകളിലത്തെ ഷാൻലിയർ കാണാം. നിങ്ങൾ മുകളിൽ എത്തി കഴിയുമ്പോൾ കുറച്ചും കൂടി അടുത്തത് വിസിബിൾ ആണ്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി ഈ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു മൊറോക്കൻ മോഡൽ ടൈലാണ് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ബാൽക്കണിയുടെ റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് റെയിൽസ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഔട്ടർ പോർഷനിലും നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് കോൺക്രീറ്റിലാണ് അതിന്റെ ആ ഒരു ബേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊക്കെ നിറയെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. വളരെ വലിയൊരു ഏരിയയാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് കിട്ടുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കടന്നു വന്ന ഏരിയ തുടങ്ങി നിങ്ങളൊന്ന് റൂഫിലൊക്കെ ഒന്ന് കണ്ടോളൂ. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഹാങ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭംഗിയുള്ള ഷാൻലിയർ നമുക്ക് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. നല്ല ഒരു ഡയമണ്ട് നെക്ലസ് കാണുന്ന പോലെയാണ് നമുക്കിത് കാണുമ്പോഴുള്ള ഫീലിംഗ്. കുറച്ചുകൂടി അടുത്ത് നമുക്കിതിപ്പോ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് താഴെ വരുന്നത് നമ്മളുടെ ഡൈനിങ് ഏരിയ ആണ്. അതിനുശേഷം ബാക്കി വരുന്ന റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് എങ്കിൽ പോലും LED ലൈറ്റ് ഫിറ്റിംഗ്സും സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ട് മെയിൻ സെന്ററിലായിട്ടൊരു ഫാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ബോർഡ് വന്നിട്ട് ബ്ലാക്ക് കളറിലാണ്. അതിന്റെ ബാക്കിലുള്ള ഏരിയ ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് ഒരുപാട് കബോർഡ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലാണെങ്കിലും ഓപ്പൺ ഷെൽഫുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഈ കാണുന്ന വോളിലും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭംഗിയുള്ള വാൾപേപ്പർ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഒരു ചെറിയ ബാൽക്കണിയിലേക്ക് പോകാനുള്ള എൻട്രൻസ് കിട്ടുന്നുണ്ട്. ബാൽക്കണിയിലേക്ക് പോകുന്നത് ഈ ഒരു ഭാഗത്തൂടെയാണ്. ആ സമയത്ത് നമുക്ക് ഇവിടെ താഴെ കാണുന്ന ഈ ഒരു സ്പേസ് വന്നിട്ട് നമ്മളുടെ ലിവിംഗ് സ്പേസ് ആണ്. അതിന് മുകളിലിട്ടിരിക്കുന്ന ഭംഗിയുള്ള ഷാൻലിയർ നമുക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഫ്രണ്ടിലെ ഡോറിന്റെ വ്യൂ ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും ധാരാളം സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ഇവിടെയിട്ട് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ചെറിയൊരു ബാൽക്കണി കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ കാണാൻ പോകുന്നത് ഇവിടുത്തെ റീഡിംഗ് റൂം ആണ്. നമ്മൾ ഈ ഒരു TV യൂണിറ്റിന്റെ അടുത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു റീഡിംഗ് റൂം ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഷെൽഫുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനായിട്ട് ബുക്സ് കീപ്പ് ചെയ്യാനൊക്കെ മുകളിലും താഴെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് 2 വിൻഡോസ് കിട്ടുന്നത്. അത് നമുക്ക് ബ്ലൈൻഡ്സ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ഔട്ടർ പോർഷനുകളെല്ലാം പ്രൊജക്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. റൂഫും സൈഡും എല്ലാം തന്നെ സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാഫ് പോർഷനോളം റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ സേഫ് ആയിട്ടാണ് സ്റ്റെപ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടിരുന്നു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10.5 അടി വീതിയുമുള്ള നല്ലൊരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന വോളിൽ കംപ്ലീറ്റ് ലൈറ്റ് ഷെയ്ഡുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ 2 വിൻഡോസും ബാക്കി വരുന്ന 3 വിൻഡോസ് ഈ ഭാഗത്തുമാണ്. എല്ലാ വിൻഡോസും ഇവിടെയും ലൈൻസ് കവർ ചെയ്തിട്ടുണ്ട്.
നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ നമുക്ക് ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. അതുകൂടാതെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ വളരെ സൗകര്യത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ വലിയ ചെറിയ കബോർഡുകളും താഴെ വലിയ കബോർഡുകളും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സേഫ് ആയിട്ട് വെക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂന്നാമത്തെ ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ഫൈനൽ ബെഡ്റൂം ആണ്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിലും കാണുന്ന വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മുകളിലും താഴെയൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും സെയിം വർക്കുകളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഫാൻ ഫെസിലിറ്റി എല്ലാം ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും സെയിം കളർ കോമ്പിനേഷനുള്ള ഫ്ലോർ ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ചെറിയ രീതിയിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നമുക്ക് ഇവിടെ നിന്നും പ്രൊപ്പോസ്ഡ് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 400 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ബസ് റൂട്ടിലേക്ക് വെറും 300 മീറ്ററും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെട്രോ സ്റ്റേഷനുകൾ എല്ലാം തന്നെ വളരെ അടുത്താണ്. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 3 കിലോമീറ്റർ ആണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 2.2 കിലോമീറ്റേഴ്സും. എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് എത്താം. അതുപോലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങളാണെങ്കിലും നല്ല സ്കൂളുകളാണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു വീടിന്റെ 300 മീറ്റർ സറൗണ്ടിങ്സിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ നല്ലൊരു വീട് തന്നെയാണ്. നല്ല നൈബർഹുഡ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വീട് കൂടാതെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന മറ്റൊരു വീട് കൂടി നമുക്കിവിടെ പണി പൂർത്തിയായി കിടക്കുന്നുണ്ട്. 2 വീടുകൾ നിങ്ങൾക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സൗകര്യവും ലഭ്യമാണ്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.62 ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2400. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. 4.62 സെന്റ് ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകൾ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് KWA ഉണ്ട്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറുണ്ട്. നമുക്ക് ഇവിടെ കാർ പാർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാറുകൾ വീടിനകത്തെ കോമ്പൗണ്ടിലും, നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാൽ അത്യാവശ്യം ഡെഡ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു കാർ പുറത്തുകൂടെ പാർക്ക് ചെയ്യാം. ടോട്ടൽ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,19,00,000 രൂപയാണ്. 1.19 CR എന്നുള്ളതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഒരു വീട് ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു വീടിന് നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് മാക്സിമം ലോൺ എടുത്തു തരാനായിട്ട് ഞങ്ങൾ കൂടെയുണ്ട്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.